മാസപ്പടി കേസിൽ അറസ്റ്റ് സാധ്യതകളും ഇഡി പരിശോധിക്കുന്നു. കേസിൽ നിർണായക പങ്കാളിത്തമുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതാണ് പരിശോധിക്കുന്നത്. CMRL ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല. നിയമോപദേശം അനുസരിച്ചായിരിക്കും ഇഡിയുടെ നീക്കങ്ങൾ. മാസപ്പടി കേസിൽ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും പ്രധാന വിവരങ്ങളൊന്നും CMRL ഉദ്യോഗസ്ഥർ കൈമാറിയിരുന്നില്ല. പ്രധാന രേഖകളും നൽകാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മാസപ്പടി കേസിൽ പ്രധാന വിവരങ്ങൾ അറിയുന്നവരും മറച്ചുവെക്കുകയും ചെയ്യുന്ന ചിലരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്നാൽ നിയമോപദേശപ്രകാരം മാത്രമായിരിക്കും തുടർ നടപടികൾ. CMRL MD ശശിധരൻ കർത്തിയെ ഇഡി ബുധനാഴ്ച തുടർച്ചയായ 13 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ഇഡിക്ക് CMRL നൽകാൻ തയ്യാറാകാത്ത രേഖകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നു. മൊഴികൾ പരിശോധിച്ച ശേഷം CMRL ജീവനക്കാരുടെ മൊഴികളുമായി പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ശശിധരൻ കർത്തിയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും. ഇതിനൊപ്പം CMRLുമായി IT സേവന കരാറുണ്ടാക്കി പണം കൈപ്പറ്റിയ എക്സാലോജിക് സൊല്യൂഷൻസ് MD വീണ വിജയനും ഉടൻ സമൻസ് നൽകും. വീണയുടെ കമ്പനിക്ക് പണം കൈമാറിയതിന്റെ തെളിവുകൾ നേരത്തെ ആദായനീതി വകുപ്പും കണ്ടെത്തിയിരുന്നു. CMRL ഉദ്യോഗസ്ഥരുടെ മൊഴികൾ തുടർച്ചയായി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. CMRL ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാർ, മുൻ കാഷ്യർ KN വാസുദേവൻ എന്നിവരെയാണ് ആവർത്തിച്ച് ചോദ്യം ചെയ്തത്. ജനം, കൊച്ചി.